അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളെല്ലാവരും ആഗ്രഹിച്ച രൂപത്തിൽ ഇതേവർക്കും നിങ്ങളോട് ബിശാറത്ത് എല്ലാ ആലിമീങ്ങളും പറഞ്ഞ അടിസ്ഥാനത്തിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അവരാരാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരേണ്ടതില്ല. നിങ്ങളെല്ലാവരും അത് ബഹുമാനപ്പെട്ടവരെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ പറ്റി അറിയുന്നവരുമാണ്. എന്നാലും ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഞാൻ പറയും. മഹാന്മാർ വലിയ മഹാനാണ്, സാധാരണ ആളല്ല. ഒരൊറ്റ വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന സദഖ റസൂലുള്ളാഹി. ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി കെട്ടിച്ചെങ്കിൽ അള്ളാഹു അവനിക്ക് സ്വർഗത്തിൽ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. വഫാത്തിന്റെ സമയത്ത് അള്ളാഹിനോട് പറഞ്ഞത്, റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് നിന്റെ അടുക്കൽ വലിയൊരു വീടുണ്ടാക്കി തരണം. അപ്പോൾ ഒരു പള്ളി കെട്ടിയെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് എത്ര പള്ളി കെട്ടിയത്? 1, 2, 5, 10 അല്ല. ഇന്നലെ കൊല്ലം സഖാഫി ഇവിടെ പ്രസംഗിച്ചില്ലേ? കൊല്ലം മുഹമ്മദ് കുഞ്ഞി സഖാഫിന്റെ പ്രസംഗം അവ്വൽ മുതൽ ആഖിർ വരെ മർക്കസിനെ പറ്റിയും മഹാനായ ശൈഖുന കാന്തപുരത്തിനെ പറ്റിയും ഇശാറത്തോടു കൂടിയുള്ള പ്രസംഗമായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, 2000-ഓളം പള്ളി കെട്ടിയ ഒരു നേതാവിനെ നിങ്ങൾ കൊണ്ടുപോവാ. 2000-ഓളം പള്ളി കെട്ടിച്ച ഒരാളെ നിങ്ങൾ കാണിച്ചതാ. സഹോദരന്മാരെ, ആർക്ക് സാധിക്കും കാണിക്കാൻ? പിന്നെ എന്ത് പറയുന്നു? നേരത്തെ പറഞ്ഞില്ലേ, 85-ന്റെ പേരും വെച്ചിട്ട് മരിച്ചാളെ പേരും വെച്ചിട്ട് എന്ത് പ്രവർത്തിക്കുന്നു പറഞ്ഞില്ലേ? മഹാനായ ശൈഖുനെ പറ്റി എന്ത് പറയാനാണ് ഇവർ? ആരാണ് മഹാൻ? എല്ലാ ദിവസത്തിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആസാറ് തലൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ബർക്കത്ത് ആശ്വസിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന മഹാനാണ്. അല്ലാഹു അവർക്ക് വലിയ ഉയർന്ന സ്ഥാനം ദുനിയാവിൽ കൊടുത്തിട്ടുണ്ട്. ആഖിറത്തിലും അല്ലാഹു തആല ആ നിലക്കുള്ള ഉയർന്ന സ്ഥാനം അല്ലാഹു കൊടുക്കുമാറാകട്ടെ. വലിയ ഉയർന്ന പദവി ആഖിറത്തിൽ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. നമ്മൾക്ക് അവരോട് കൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ചെയ്തു തരുമാറാകട്ടെ. വലിയ ദീനിയായ പ്രവർത്തകനാണെന്ന് ഞാൻ നിങ്ങളോട് പറയിക്കേണ്ടതില്ല. നമ്മളെ സ്ഥാപനത്തിൻ്റെ എൻ്റെ ഷെയ്ഖും എൻ്റെ മുറബിയും മഹാനായ താജുൽ ഉലമയാണ്. മഹാനവറുകൾ ഇവിടെ എത്താത്ത പേജറിയാൻ നിങ്ങളോട് നേരത്തെ അറിയിച്ച്, സുഖമില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ എല്ലാ അൽമദീനൻ്റെ മുഴുവൻ പരിപാടികൾക്കും സാമൂഹിക വിവാഹത്തിന് വരെ നാട്ടിൽ നിന്ന് അവർ വന്നിട്ടുണ്ട്. ഒരവസരം എൻ്റെ ഒരു സ്വന്തം ആവശ്യത്തിന് മുപ്പർക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞ് എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ കൂടെ തങ്ങളത് എനിക്ക് ശരിയാക്കി തരാമെന്ന്. ആ നിലക്ക് ഇന്ന് ഏതെങ്കിലും നിലക്ക് സാധിക്കുന്നെങ്കിൽ എത്തുമായിരുന്നു. സുഖമില്ല. ഞാൻ എല്ലാ നിലക്കുള്ള ദ്വാവും പൊരുത്തവും എനിക്ക് തന്നിട്ടുണ്ട്. നല്ല നിലക്ക് നടത്തിക്കുമെന്ന് എനിക്ക് പൊരുത്തം തന്നിട്ടുണ്ട്. നമ്മളെ സ്ഥാപനത്തിൻ്റെ എല്ലാ നിലക്കുള്ള ഉപദേഷ്ടാവും അതിൻ്റെ മാർഗദർശിയുമാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. മഹാനായ ശൈഖുന ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തുടങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ട് ഒരു കഴിവുമില്ല, ഒന്നും എനിക്ക് അറിയില്ല. ഞാനിവിടെ കുറച്ച് സ്ഥലം കച്ചവടമാക്കി നേരെ മർക്കസിലേക്ക് പോയി. അപ്പോൾ ഉസ്താദിന് എനിക്ക് മുമ്പേ വലിയ സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞെങ്കിൽ സുന്നത്തെ മഴത്ത് തുറന്നു പറയുന്നത് നബിൻ്റെ മധുരം നല്ലോണം പറയും. മഞ്ഞനാടിൻ്റെ വാഴതിന് ഉറൂസിൻ്റെ വാഴതിന് വന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നശീദ ചൊല്ലിയിട്ട് ആ പിന്നെ സദസ്സ് മുഴുവനും കരഞ്ഞു പോയിട്ടുണ്ട്. ഉറക്കെ കരഞ്ഞു പോയി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ മധുര ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവர்கள் 983 മഞ്ഞനാടി ഉറൂസിന് വന്നപ്പോൾ പറഞ്ഞ് നശീദ് അങ്ങ് ചെല്ലിയ സമയത്തിന് ആ സദസ്സ് മുഴുവനും കരഞ്ഞു പോയി. ആ നിലക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാനെ ഞാൻ നല്ലോണം സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ ഇവിടെ സ്ഥലം കച്ചവടമാക്കി ഞാൻ മർക്കസിലേക്ക് പോയി. മർക്കസിൽ പോയി എന്നെ കണ്ടാൽ എനിക്ക് വലിയ സന്തോഷം. എന്താ വന്ന അബ്ബാസൊന്നുമില്ലായിരുന്നു. ഒന്നില്ലെങ്കിൽ സ്ഥാപനമാക്കാൻ വേണ്ടി കുറഞ്ഞ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, കർണാടക സ്റ്റേറ്റിലുള്ള സ്ഥാപനമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ തുടങ്ങുന്നതിൽ എല്ലാ നിലക്കും ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്നോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു 5 കത്ത് തരണോ. അങ്ങനെ ഉടൻ ഇംഗ്ലീഷ് കത്ത് ടൈപ്പാക്കി തന്നു. ഞാൻ ചുരുക്കത്തിൽ പറയാം, ടൈം വളരെ വേണ്ടി. കത്ത് 4 കത്തും കൂടെ കൊടുത്തു. 5ാമത്തെ കത്ത് മംഗലാപുരത്തിൽ വലിയൊരു മുതലാളിക്ക് കൊടുക്കുക, കാസർഗോഡ് വലിയൊരു മുതലാളിക്ക് കൊടുക്കാനാണ്. ആ മുതലാളിയുടെ ഒരു കാലത്തും അന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അന്ന് കാണൂല. ഇനിയിപ്പോൾ ഫോണാക്കിയാൽ അയാളുടെ പേര് അന്ന് കാണാൻ സാധിക്കും. ഉസ്താദ് കത്ത് തരുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ
ഇന്ത്യയിലുണ്ടെങ്കിൽ അയാൾ ആഗസ്റ്റ് 16 മംഗലുണ്ട് ഞാൻ പേരും എന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ കത്ത് എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി. എവിടെ വീണെന്ന് എനിക്കറിയില്ല. ആഗസ്റ്റ് 16 ഞാൻ ചിത്തായി അബ്ദുല്ലാജിൻ്റെ പുരയിൽ രാവിലെ പോയി അയാളോട് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. പോയി നോക്കുന്ന ഉസ്താദ് അവിടെ ഇരുന്നിട്ടുണ്ട്, വലിയ പള്ളി ഇരുന്നിട്ടുണ്ട്. കണ്ട ഉടൻ എന്നോട് ചോദിക്കുന്നു, അബ്ബാസ് മൗലാന കത്ത് നിങ്ങളേന്ന് വീണതാ അല്ല ഇബ്രാഹിം ഹാജിൻ്റെ വീണതോ? അൽഹംദുലില്ലാ എൻ്റേത് വീണെന്ന് പറഞ്ഞു. കത്ത് മർക്കസിലിട്ട് വന്നാൽ തരാമെന്ന്. അങ്ങനെ ചുരുക്കത്തിൽ സഹോദരന്മാരെ, ഉസ്താദ് മാലിക്കുദ്ദീനാഥ് പള്ളിയിലേക്ക് എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം ഹാജിൻ്റെ മംഗലം നിക്കാഹെല്ലാം കഴിഞ്ഞ അറബികളടക്കം താജുൽ ഉലമ വലിയ ആലിമീങ്ങളിലുള്ള സദസ്സാണ്. നിക്കാഹ് കഴിഞ്ഞ ഉടനെ എന്നെ അവിടെ പോലാൻ നിൽക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കൈ പിടിച്ച്, ബഹുമാനപ്പെട്ടവരുടെ ഇഖ്ലാസ് നോക്കണം, നിങ്ങൾ വലിയ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഒരു മുതലാളിയുടെ ടച്ചായി കൊടുക്കാൻ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടില്ല ഒരു സ്ഥാപനം നടത്തുന്ന. ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. എല്ലാവരെയും ഒരു ഹിക്മത്തിൽ കൂടി പുറത്തു പോകാൻ പറഞ്ഞു. എന്തല്ലോ ഹിക്മത്തിൽ വേഗം പോകുന്നില്ല. അങ്ങനെ ഇബ്രാഹിം ഹാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം ഹാജി വാ, ഇത് മഞ്ഞനാടി ഉസ്താദിൻ്റെ പുതിയ അപ്പോൾ അബ്ബാസുമായി തരണം, അറിയുമെന്ന് ചോദിച്ചു. അയാൾ ഞാനതിന് പരിചയമൊന്നുമില്ല. എന്താ ഉസ്താദ് വേണ്ടത്? അയാൾ മഞ്ഞനാടിയിൽ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുന്നു, യതീം ഖാന ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥലത്തിനുള്ള അതിനുള്ള എല്ലാ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ സഹോദരന്മാരെ, അങ്ങനെ അദ്ദേഹം എന്നോട് വ്യാഴ്ച പോകാൻ പറഞ്ഞു. അതിന് വേറുന്ന സഹായം, നല്ലൊരു സഹായം ചെയ്തു ഉസ്താദിൻ്റെ. കാരണമാണ് തുടക്കം തന്നെ. നേരെ മറിച്ച് കത്ത് ഞാൻ കൊടുത്തതാണെങ്കിൽ അത് ചെയ്യില്ല. കത്ത് കൊടുക്കാൻ അയാൾക്ക് കത്ത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ കത്ത് എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞു നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ഒരു ബഹുമാനം നോക്കുന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കത്ത് വീണ് എൻ്റെ കയ്യിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് കത്തി എത്തുമ്പോൾ മൂപ്പറ ലെറ്റർ ഫൈഡാണ്. ഇത് കാന്തപുരത്തിൻ്റെ ലെറ്റർ ഫൈഡ്, സാധാരണ കത്തല്ല, ഇതങ്ങനെ ചാടിക്കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു പ്രധാനപ്പെട്ട മുതലാളിക്ക് വിളിച്ചിട്ടാൻ പറഞ്ഞല്ലോ, അയാൾ എൻ്റെ പാർട്ടിയല്ല, ഞാൻ വേറെ പാർട്ടിയാണ്, അയാളെ പാർട്ടിയിലുള്ള ഒരാളെ നമ്പർ തരാമെന്ന് വെച്ചാൽ നമ്പർ കൊടുത്തു. അബ്ദുല്ലാഹിൻ്റെ നമ്പർ കൊടുത്തു. അയാൾ വാങ്ങി ഒരു ലെറ്റർ ഫേഡിലുള്ള ഒരു കത്താണ്. അങ്ങനെ മർക്കസിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. സഹോദരന്മാരെ, നമ്മളെ സ്ഥാപനത്തിൻ്റെ തുടക്കം തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാൻ്റെ സഹായമാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലം വരെ നമ്മളെ സ്ഥാപനത്തിൻ്റെ എല്ലാ വിഷയത്തിലും ഞാൻ ബഹുമാനപ്പെട്ടവരുടെ മുഷാവറ ചെയ്തിട്ട് തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹു അതെനിക്ക് തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. നമ്മളെല്ലാ അമലുകളും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, മഹാനായ ശൈഖുനാക്ക് ബഹുമാനപ്പെട്ടവർ, ഞാൻ പറഞ്ഞല്ലോ, ഷഹർ മുബാറക്ക് നബിൻ്റെ ആസാറുകൾ, നബിൻ്റെ വലിയ ആശിഖാണ്, നബിൻ്റെ വലിയ മഹിബാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, ഞാൻ അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി അരിയുൽ ഹാഷിമിൻ്റെ പുരയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അബൂദാബിയിൽ അരിയുൽ ഹാഷിം എന്നിട്ട് വലിയൊരാളുണ്ട്. അയാളെ പുരയിൽ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച അയാളെ പുരയിലാണ്. അയാളെ പുരയിലേക്ക് പോയിട്ടാകുമ്പോൾ, കാരണം അതിലെല്ലാം കുറെ കാരണം ഞാൻ പറയുന്നില്ല. അങ്ങനെ പോയിട്ടാകുമ്പോൾ കുറേ അറബികൾ അവിടെ കൂടിയിട്ടുണ്ട്. കുറേ വലിയ 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 അറബികൾ കൂടിയിട്ടുണ്ട്. എന്നെ കണ്ടാൽ ഷെയ്ഖ് അബ്ബാസ് താഴ്ന്നു, അന്ത മുവാഫിഖ് ഔ മുഖാലിഫ്, ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അന്ത മുഖാലിഫ് ഔ മുവാഫിഖ്. ഞാൻ പറഞ്ഞു അന മുവാഫിഖ് എന്ന് പറഞ്ഞു, അന മുവാഫിഖ് എന്ന് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് ഒരാൾ പറയുന്നു, മുവാഫിഖ് മുഖാലിഫിൻ്റെ വിഷയമല്ല, ഷെയ്ഖ് അബൂബക്കറിനോട് എതിർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമേ അല്ല. ഒരറബി പറഞ്ഞ വിഷയമാണ് അത്. ആളെ ഞാൻ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ല? മഹാനവരോട് എതിർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അവർ മർക്കസിൽ വന്ന അറബിയാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനം അള്ളാഹു എല്ലാ നിലക്കും ഉയർത്തിയിട്ടുണ്ട്. ആഖിറത്തിലും അള്ളാഹു നമ്മളെ നേതാവായിട്ട് അള്ളാഹു ആക്കിത്തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും മഹാനായ താജുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് ശൈഖുനാ കാന്തപുരം ഉസ്താദിനോടൊപ്പം മുസ്തഫായ നബിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ചൂട്ടി തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു